ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അപ്രതീക്ഷിതമായി ധ്യാനത്തിൽ ലയിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്ര ചിന്തകുലനായിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ മറുപടി നൽകി, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ എന്നെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. ഉത്തരായണം അടുത്തെത്തുകയാണ്. അദ്ദേഹം വിടവാങ്ങുന്നതിനു മുമ്പ് രാജധർമ്മവും ആത്മധർമ്മവും അദ്ദേഹത്തിൽ നിന്നങ്ങ് പഠിക്കണം. അടുത്ത ദിവസം എല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മനെ അവർ കണ്ടു. ദൈവം ഭൂമിയിൽ വീണുകിടക്കുന്നതുപോലെ തോന്നി. യുധിഷ്ഠിരൻ മുന്നോട്ട് ചെന്നു പറഞ്ഞു, ഞാൻ പാപിയായ യുധിഷ്ഠിരനാണ്. അങ്ങയുടെ മരണത്തിനും അങ്ങയുടെ പുത്രന്മാരുടെ മരണത്തിനും കാരണം ഞാൻ തന്നെയാണ്. എനിക്ക് ഏതു നരകമാണ് കാത്തിരിക്കുന്നത്? ഭീഷ്മർ സ്നേഹത്തോടെ യുധിഷ്ഠിരന്റെ തല തഴുകി പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ എന്നെ കൊല്ലുകയല്ല ചെയ്തത്. ജീവിതബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു. നിന്റെ ദുഃഖം രാജാവിന് ചേരുന്നതല്ല. എനിക്ക് വേണ്ടി ദുഃഖിക്കരുത്. ഇനി നിന്റെ ചിന്ത ജനങ്ങളുടെ ക്ഷേമം മാത്രമായിരിക്കണം.